സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോനും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്ത കാര്യമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെയുണ്ടായിരുന്നു, ഉളുപ്പില്ലേ ചെങ്ങാതി എന്നാണ് ആ ആൾ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്ന് പറയൂ. ഞാനിവിടെ പറഞ്ഞത് ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയായ യാമിനി തങ്കച്ചിയെ ഒഴിവാക്കിയതിന് ശേഷം കെട്ടിയ രണ്ടാമത്തെ ഭാര്യ ബിന്ദു മേനോൻ മീഡിയയിൽ പറഞ്ഞ കാര്യമാണ്. ഇനി അവിടെയുണ്ടായ കാര്യങ്ങൾ നേരിട്ടറിഞ്ഞ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിന് പിന്നീട് മറുപടി ഒന്നും തന്നിട്ടില്ല. എന്നാൽ ഇനി അദ്ദേഹത്തെ പോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട്, അതായത് ബിന്ദു മേനോൻ, ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ബിന്ദു മേനോൻ തന്നെ പറഞ്ഞ 4 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ ബിന്ദു മേനോൻ പറയുന്ന കാര്യങ്ങളാണ്, വോയിസ് ആണുള്ളത്. അത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ളതാണ്. ആ വോയിസ് 4 മിനിറ്റുള്ള ആ വോയിസ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്നുള്ളത് ആ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല. ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക? ഞാൻ വിളിച്ചു, 112 വിളിച്ചു. അവർ വന്നു. പക്ഷെ അവർക്ക് അവരുടെ പരിധിയിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അവരുടെ പരിധിയിലുള്ള സ്റ്റേഷനല്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല. ബിക്കോസ് ഞാൻ വളരെ ഒരു ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വിളിച്ചപ്പോ ലേഖ ചേച്ചി, എന്റെ ബ്രദറിന്റെ വൈഫിനെ ഞാൻ വിളിച്ചപ്പോ എന്നോട് 112 കൺട്രോൾ റൂമിൽ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് പ്രൊട്ടക്ഷൻ. എന്റെ ഫോണെല്ലാം എടുക്കാനും മിനിസ്റ്ററുടെ സ്റ്റാഫ് ഡ്രൈവറായ ശാന്തൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. ലേഖ ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു 112 വിളിക്കാൻ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് പോലീസ് വന്ന് പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, മന്ത്രിയുടെ ആരാണ്? ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ലൈസൻസ്, ബട്ട് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എനിക്ക് വീട്ടിനുള്ളിലേക്ക് തിരിച്ചു പോയി എന്റെ സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കരുതിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പിണറായി വിജയൻ സാറെ വിളിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞല്ലോ മാഡം വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസ് വരുന്നു. അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് പുറത്ത് വന്ന് പറഞ്ഞു, അയ്യോ ചേച്ചി, പോലീസൊക്കെ എന്തിനാ ചേച്ചിക്ക് ഉള്ളിൽ വന്നത്? ചേച്ചിയുടെ വീടാണ്. ഞാൻ എനിക്ക് എന്റെ വീടാണ്, എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞാൻ ആ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി വാ, ഉള്ളിൽ വാ എന്നപ്പോൾ പോലീസ്, പിങ്ക് പോലീസ് ഒരു മാഡം ഉള്ളിൽ പോകും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയി ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് എന്ത് പെട്ടി പാക്ക് ചെയ്യാനാ? 13 years ഓഫ് മൈ ലൈഫ് ദേർ. എന്താണ് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്താ പാക്ക് ചെയ്യുന്നത്? എന്നാലും ഞാൻ എന്തൊക്കെയോ പെട്ടിയിൽ വാരിയിട്ട്, കാരണം ഐ വാസ് ഇൻ സച്ച് എ ടെറിബിൾ സ്റ്റേറ്റ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രദീപ് അവിടെ വാതിൽ അടച്ചു കഴിഞ്ഞു, മെയിൻ ഡോർ അടച്ചു. So I was trying to open the door. എന്റെ കൈയെല്ലാം പിടിച്ച് മാറ്റി വാല് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഐ എം തിങ്കിങ് ദി പോലീസ് ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ മീ. അപ്പൊ ഞാൻ വാതിൽ കൊട്ടിയിട്ട് പറയുന്നത് പോലീസ് ഹെൽപ്പ്. ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പ്രദീപിനോട് പറയും, മര്യാദയ്ക്ക് മാറിക്കോ, എനിക്ക് പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവസാനം ബാക്കിൽ മനോജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനോജ് ഒന്ന് പറയും പ്രദീപിനോട് വാല് തുറക്കാൻ, എനിക്ക് പോണം എന്നാലും പ്രദീപ് പറഞ്ഞാൽ മനോജ് പറയുന്നുണ്ട് പ്രദീപിനോട് വാല് തുറന്നു കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ പ്രദീപ് കേൾക്കുന്നില്ല, എന്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തുറന്നോളൂ എന്ന് പറഞ്ഞ് എങ്ങനെയോ തുറന്ന്. ഞാൻ വിചാരിക്കുന്നു പോലീസിനെ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് നോക്കും, പിങ്ക് ആരും ഇല്ല, അവിടെ ഒരാളും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ ടാക്സി ഞാൻ വിളിച്ചത്, അവര് അതിനെക്കാട്ടും പേടിച്ചു. മിനിസ്റ്റർ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാർ പോലും വരാൻ പേടിച്ചു. എന്നിട്ട് അവര് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു, അവര് പേടിച്ചു. അത് കഴിഞ്ഞ് കാറിലിരുന്ന് അവർക്ക് പേടി, മാഡം ഞങ്ങളെ വല്ലതും ചെയ്യുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, ഞങ്ങൾക്ക് പാലക്കാട്ടിലേക്ക്. എന്നിട്ട് ത്രൂ ഔട്ട് മൈ ജേർണി അവർക്ക് പേടിയാണ്, ഞങ്ങളെ വല്ലതും ചെയ്യുമോ, ഞങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും ചെയ്യില്ല, എന്നെ പാലക്കാട് കൊണ്ടുവിട്. രാത്രി 2 മണിക്കാണ് ഞാൻ പാലക്കാട് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഞാൻ ആരുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ, മന്ത്രി ഇപ്പോൾ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യുക?
സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? അങ്ങനെയാണോ ചെയ്യുക? നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല. ഞാൻ ആരെയും ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ എം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെയല്ല ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സ് വിഷമമാണ്. പക്ഷേ എനിക്ക് വട്ടാണ്. ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന്റെ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി അവരെ തടയെന്ന് പറഞ്ഞു. ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ആക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. അവർക്കറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുമെന്ന്. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്ന് ചേച്ചിയെ വിളിച്ചു. ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ ഉപദ്രവിക്കാതിരുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് മീഡിയയിൽ. പിന്നെ ഞാൻ അതിനെ ലഘൂകരിച്ചിട്ടാണ് പറഞ്ഞത്, വേറൊന്നുമല്ല. എത്ര തന്നെ ആയാലും ഒരു കുടുംബ പ്രശ്നമാണ്, നമ്മൾ അതിനെ വലുതാക്കി കാണേണ്ടതില്ല. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി തന്നെ അദ്ദേഹമായിട്ട് ബന്ധം ഉപേക്ഷിക്കുന്നത് ഇതേപോലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. നമുക്കറിയാം സരിതയായിട്ടുള്ള ബന്ധം അത് ഉമ്മൻചാണ്ടിൻ്റെ തലയിലേക്കൊക്കെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാർ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ആദ്യത്തെ ബന്ധം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ഗണേഷ് കുമാർ രണ്ടാമത്തെ ഭാര്യയ്ക്ക് മുൻപിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് 1 മുതൽ 5000 വരെ പ്രണയങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായിരുന്നാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യം, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അദ്ദേഹം ഒരു മന്ത്രിയാണ്, അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹം ഈ മന്ത്രിൻ്റെ സ്ഥാനവും MLA എന്ന ഇതൊക്കെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട്. മുൻപ് ഇതേ വിഷയം ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന് ഇതേപോലെ ഒരു പരാതി പോയപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നിട്ടും ഒരനക്കം പോലും അനങ്ങാതെ, ഒന്ന് മിണ്ടുക പോലും ചെയ്യാതെ നിൽക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈ മുഖ്യമന്ത്രിയുടെ മകളോടാണ് ഈ പറഞ്ഞിട്ടുള്ള ബിന്ദു മേനോൻ തനിക്കുണ്ടായ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും അനങ്ങാപ്പാറ നയം ഇതിലെടുത്തിട്ടുണ്ട്. സംഗതി ശരിയാണ്, ഗണേഷ് കുമാർ ബിന്ദു മേനോനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞു, പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. അയാൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതേപോലെ കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ, ഇനി സഖാക്കളാവട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളാവട്ടെ, നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ A to Z ഞാൻ പരിശോധിക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ളൊരു വാക്ക് എൻ്റെ സംസാരത്തിൽ പോലും വരരുത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുമില്ല. അതുകൊണ്ട് എൻ്റെ നേരെ വന്നിട്ട് നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ നേരിട്ട് കണ്ട് ആ സമയത്ത് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തി മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആ കണ്ട കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ആളുകളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് താങ്കൾ കമൻറ്റ് ചെയ്തു. പക്ഷേ താങ്കൾ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ബിന്ദു മേനോന് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ട ഭാര്യ, അവർ ഈ പ്രശ്നം നേരിട്ട് കണ്ടിട്ട് പിന്നീട് അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ പോലീസ് പോലും ഇല്ല, വിളിച്ചു വരുത്തിയ പോലീസ് പോലും ഇല്ല. മന്ത്രിൻ്റെ അനുയായികളാണെന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അവരൊരു ടാക്സി വിളിച്ചിട്ടാണ് പാലക്കാടേക്ക് പോണത് അല്ലേ? ഈ സമയത്തൊക്കെ നിങ്ങളുണ്ടായിട്ട് ഈ ഒരു സഹോദരിനെ, ഇതൊരു സ്ത്രീയല്ലേ, സ്ത്രീപക്ഷവാദികളാണല്ലോ ഇടതുപക്ഷത്തുള്ള കുറേ ആളുകൾ, KK ശൈലജയും PK ശ്രീമതിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഉള്ള ഇങ്ങനത്തെ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളായിരിക്കാം എനിക്ക് ഈ കമൻറ്റ് ചെയ്തിട്ടുള്ള താങ്കളും. ആ സമയത്ത് ഈ ഒരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ടാക്സി ആയിട്ട് വന്ന ആ ടാക്സിൻ്റെ ഡ്രൈവർക്ക് വരെ പേടിയാണ് ഇവരെയും കൂട്ടി പോയി കഴിഞ്ഞാൽ ഈ മന്ത്രി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്നിട്ട് പോലും അവർ ആ ടാക്സിയിൽ കയറിപ്പോയി. എന്നാലും ഇതൊക്കെ കണ്ട് ദൃക്സാക്ഷിയായി നിന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? നിങ്ങൾ ഈ കമൻറ്റ് ചെയ്ത് നിങ്ങൾ
ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മറുപടി ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് പറയണം. മാത്രമല്ല, ഞാൻ നിങ്ങളെ പേര് വ്യക്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ ഞാൻ ഗ്രീൻ ലൈൻ ഇട്ടിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. തെറ്റുകൾ എനിക്കും പറ്റിയിട്ടുണ്ടാകും, ഞാനതൊന്നും ന്യായീകരിക്കാൻ വരില്ല. എന്ത് തന്നെയാണെങ്കിലും ശരി, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ, പക്ഷേ മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.